വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൻ്റെ പഠന ക്ലാസ്സുകൾ ആരംഭിച്ചു. വർഷം ഒരെണ്ണം കഴിയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സൂറത്തിൻ്റെ അവസാന ഭാഗത്തുള്ള 10 ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓതി പഠിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തുനിന്ന് മഴ പെയ്യിപ്പിക്കുന്നു. കപ്പലിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യർക്ക് ആ കപ്പൽ ഒരു ദൃഷ്ടാന്തമായി, ആകാശം നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായത് ഭൂമിയിലേക്ക് താഴേക്ക് എന്നും വീണ് പതിക്കാതിരിക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സുരക്ഷിതത്വമാണ്. അള്ളാഹു മനുഷ്യരോട് റഊഫാണ്, റഹീമാണ്, സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്. ഇതൊക്കെ ഓർമ്മപ്പെടുത്തിയാണ് കഴിഞ്ഞ ആയത്ത് നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് 66-ാമത്തെ ആയത്താണ്. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഓതിയ ആയത്തുകൾ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് നോക്കാം. 63 മുതൽ 65 വരെ. അലം തറ എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ റഊഫുർ റഹീം വരെയാണ് ഓതേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫതുസ്ബിഹുൽ അർളു മുഖ്ളറ ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ له ما في السماوات وما في الأرض وإن الله لهو الغني الحميد ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمره ويمسك السماء أن تقع على الأرض إلا بإذنه إن الله بالناس لرؤوف رحيم. ആയത്താണ് അലം തറ അന്നല്ലാഹ് എന്നുള്ള ആയത്താണ് നമ്മൾ അവസാനം പഠിച്ചത്. ആ ആയത്ത് ഒന്നുകൂടി ചോദിക്കും. അവസാനം അലം തറ അന്നല്ലാഹ സഖറ ലക്കും എന്ന അവസാനത്തെ ആയത്ത് ഒന്നുകൂടി ചോദിക്കുക. അതെ, നമ്മൾ ആ ചോദ്യപ്പോൾ പറഞ്ഞിരുന്നു തജിരി ഫിൽ ബഹരി ബി അംരി. റാക്ക് കെസർ വരുമ്പോൾ ഓതേണ്ട രൂപം പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അൻ തഖഅ അലൽ അർളി ഇല്ലാ ബിഇദ്നി. ഇദ്നി എന്ന് പറയാതെ ദാലിന് പുള്ളിയുള്ളത് ഇദ്നി. ഇല്ലാ ബിഇദ്നി. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. റഊഫ് ദയവുള്ളവൻ, കൃപയുള്ളവൻ, അലിവുള്ളവൻ എന്നുള്ളതിനൊക്കെ റഊഫ്. റഊഫുർ റഹീം കരുണയുള്ളവൻ എന്നർത്ഥം വരുന്നതാണ്. അടുത്ത ആയത്ത് ശ്രദ്ധിക്കാം. വഹുവല്ലദീ അഹ്യാക്കും. ഒതുക്കിയ സുമ്മ യുമീതുക്കും സുമ്മ യുഹീക്കും ഇന്നൽ ഇൻസാന ലകഫൂർ. وهو الذي يحياكم ثم يميتكم ثم يحييكم إن الإنسان لكفور. لكل أمة جعلنا منسكا لكل أمة جعلنا منسكا هم ناسكوه منسكا هم ناسكوه فلا ينازعنك في الأمر
وادع إلى ربك إنك لعلى هدى مستقيم. إنك لعلى هدى مستقيم. وإن جادلوك فقل الله أعلم بما تعملون. وإن جادلوك فقل الله أعلم بما تعملون. ഓക്കെ, സ്വന്തം വഹുവല്ലദീ അഹ്യാക്കോടെ മദ് നീട്ടാനുണ്ട്. അല്ലദീ അഹ്യാക്കും. സുമ്മ എന്നുള്ളത് സുമ്മാന്നായി പോകരുത്. സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും. ഇന്നൽ ഇൻസാന ലകഫൂർ. ഗഫൂർ അല്ല കഫൂർ, കാഫാണ് കഫൂർ. لكل أمة جعلنا منسكا هم ناسكوه. لكل أمة جعلنا. ഉമ്മത്തിൻ എന്ന് പറയില്ല, തൻവീനേഷൻ ജീം വന്നപ്പോൾ ഉമ്മത്തിൻ ജഅൽന منسكا هم ناسكوه فلا ينازعنك في الأمر وادع إلى ربك إنك لعلى هدى مستقيم. ഹുദൻ മുസ്തഖീം അല്ല, ഹുദം തൻവീനു ശേഷം മീം ഷദ് വരുമ്പോൾ ഹുദം മുസ്തഖീം. വഇൻ ജാദലൂക ഫഖുലില്ലാഹു അഅ്ലമു ബിമാ തഅമലൂൻ. സാധാരണ നമ്മൾ അള്ളാഹു എന്നുള്ള ഉച്ചരിക്കുമ്പോൾ അള്ളാഹു എന്നാണ് പറയുക. പക്ഷെ ഇവിടെ നിങ്ങൾ ഫഖുലില്ലാഹു എന്നാണല്ലോ ഉച്ചരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ലാമിന് കസ്ർ. ഏത് ലാമിന്? അള്ളാഹു എന്ന പദത്തിന്റെ മുമ്പിലുള്ള തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് കസ്റാണെങ്കിൽ ബിസ്മില്ലാഹി. കാരണം എന്താ? ബിസ്മി എന്നുള്ളിടത്ത് മീമിന് കസർ വന്നിട്ട് പിന്നെയാണ് അള്ളാഹു. അപ്പൊ അള്ളാഹ് എന്ന വാക്കിന്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം കസ്റാണെങ്കിൽ ബിസ്മില്ലാഹി, ബില്ലാഹി, ഫില്ലാഹി. അതാണ് അതിന്റെ തത്വം. അതാണ്. അതുകൊണ്ടാണ് ഇവിടെ കുലില്ലാഹി അക്ഷരം ഏതാന്നുള്ളതല്ല, കസ്റാണോ എന്നാണ് നോക്കുക. അള്ളാഹ് എന്നുള്ള വാക്കിന്റെ മുമ്പ് കസ്റാണോ എന്നാണ് നോക്കുക. ഇവിടെ അതാണ്. അപ്പൊ ഞാൻ ഒതുക്കേ ഒതുക്കേ ഫഖുലില്ലാഹു അഅ്ലമു ബിമാ തഅമലൂൻ. അല്ലാഹു തആല പറയാണ് വഹുവല്ലദീ അവനാണ് അഹ്യാക്കും നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ. ഇപ്പം നമുക്ക് ജീവൻ നൽകുന്നത്, ജീവൻ തന്നത്, നമ്മളെ ജീവിപ്പിച്ചത് അള്ളയാണ്. സുമ്മ യുമീതുക്കും പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നതും അവനാണ്. ഒരു ആയത്തിൽ എവിടെയെങ്കിലും സുമ്മ എന്ന് ഇങ്ങനെ പറഞ്ഞ് മാറി മാറി പോണതിന് അർത്ഥം അത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത് എന്ന ആവർത്തനത്തിനാണ് സുമ്മ കൊടുക്കുക. ആദ്യം പറഞ്ഞ എന്താ? നിങ്ങളെ ജീവിപ്പിക്കുക. അത് കഴിഞ്ഞിട്ടാണ് മരിപ്പിക്കുക. അതുകൊണ്ടാണ് സുമ്മ. അത് കഴിഞ്ഞിട്ട് സുമ്മ അവന് പിന്നെ നിങ്ങളെ രണ്ടാമതും ജീവിപ്പിക്കുക. അപ്പൊ അങ്ങനെ ഓരോന്നിന്റെ തുടർച്ച ഉണ്ടാകും. വഹുവല്ലദീ അഹ്യാക്കും അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്. സുമ്മ യുമീതുക്കും പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നത് അവനാണ്. സുമ്മ യുഹ്യീക്കും പിന്നീട് കാലങ്ങൾക്ക് ശേഷം നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്നതും അവനാണ്. മൂന്നും വന്നു: ജീവിതം, മരണം, പരലോകം. ദുന്യാവ്
ബർസഖ്, ആഖിറം എല്ലാം വരുന്നൊരായത്താണ്. നിങ്ങളെ ജീവിപ്പിക്കുന്നു, പിന്നെ മരിപ്പിക്കുന്നു, പിന്നെ ജീവിപ്പിക്കുന്നു. എന്നിട്ട് പറയാണ് ഇന്നൽ ഇൻസാന ലകഫൂർ, തീർച്ചയായും മനുഷ്യൻ ഒരു നന്ദി കെട്ടവനാണ്. എല്ലാം ചെയ്താലും എല്ലാം കൊടുത്താലും തൻ്റെ ജീവിതത്തിൽ അള്ളാഹിനോട് നന്ദി കാണിക്കുന്നതിന് പകരം കഫൂറായി ജീവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. നന്ദികേട്. പടച്ചോൻ എന്തെല്ലാം തന്നാലും അതിനൊരു പ്രാധാന്യവും അതിനൊരു പരിഗണനയും കൊടുക്കാതെ പോവുക. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഓർമ്മപ്പെടുത്തി വകൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതം ഫഅഹ്യാകും, നിങ്ങൾ ആദ്യം മരിച്ചോലായിരുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. സുമ്മ ഫഅഹ്യാകും, നിങ്ങൾക്ക് ജീവൻ തന്നു. സുമ്മ യുമീതുകും, പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നു. സുമ്മ യുഹയ്യികും, പിന്നെ നിങ്ങളെ ഹയാത്താക്കുന്നു. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നെ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നു. എല്ലാം ആയത്തിനകത്ത് പെട്ടിട്ടുണ്ട്. മറ്റൊരായത്തിൽ സൂറത്തുൽ ജാസിയയിൽ 26-ൽ ഖുലില്ലാഹു യുഹയ്യികും സുമ്മ യുമീതുകും സുമ്മ യജ്മഉകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീ, അവിടെ വേറൊരു പ്രയോഗമാണ് നടത്തിയത്. ഖിയാമത്ത് നാളിൽ നിങ്ങളെ അള്ളാഹിന്റെ മുമ്പിലേക്ക് ഒരുമിച്ച് കൂട്ടും. ഈ അർത്ഥം വരുന്ന അതേ ആശയം വരുന്ന വാക്ക്. ഇതിന്റെ മഅനൽ കലാം മൊത്തത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ് കൈഫ തജഅലൂന ലില്ലാഹി അൻദാദൻ, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹ്ക്ക് സമന്മാരുണ്ടാക്കുക? വതഅബുദൂന മഅഹു ഗൈറ, അള്ളാഹിന്റെ കൂടെ വേറുള്ളവരെ നിങ്ങൾ എങ്ങനെയാണ് ആരാധിക്കുക? ലാത്തയെയും മൊസ്സയെയും മനാത്തിനെയൊക്കെ ആരാധിക്കണ കൗമിലാണ് ഈ ആയത്തിറങ്ങുന്നത്. നിങ്ങൾ എങ്ങനെയാണ് അവരൊക്കെ ആരാധിക്കുക? വഹുവൽ മുസ്തഖില്ലു ബിൽ ഖൽഖി വറിസ്ഖി വത്തസറുഫ്, നിങ്ങൾ ആരാധിക്കണ ആരെങ്കിലും നിങ്ങൾക്ക് റിസ്ക് തരുന്നുണ്ടോ? നിങ്ങൾ ആരാധിക്കണ, വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ സഹായം തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ലോകത്ത് എന്തെങ്കിലും ക്രയവിക്രയം നടത്താൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും പുതിയത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നും ഇല്ലാത്തവനെ എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നത്? വഹുവല്ലദീ യഹ്യാകും ഐ ഖലഖകും ബഅദ അൻ ലം തകൂനു ശൈഅൻ യുദ്കർ, നിങ്ങൾ ഒന്നുമല്ലായിരുന്നു. നമ്മൾ മനുഷ്യന്മാരെ 35 വയസ്സുള്ള നമ്മളെ 38 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു? 36 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു? അങ്ങനെ എന്ത് ചോദിക്കും നിങ്ങൾ? നമ്മളെ വയസ്സിൻ്റെ 2 കൊല്ലം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? ഒന്നുമില്ലാത്ത ശുദ്ധമായ ശൂന്യത. എന്നിട്ട് പിന്നെ നമ്മളെ പടച്ചോൻ അവിടുന്ന് പുതിയതായി സൃഷ്ടിക്കുകയാണ്. അതും എവിടുന്ന്? ഒരു ചോരക്കട്ടയിൽ നിന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആരംഭിക്കുകയാണ്. പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ ഇന്ന് കാഷ്ടം ചുമക്കുന്ന കോട്ട. അടാ മനുഷ്യ, നീ പണ്ടൊരു ചോരക്കട്ടയായിരുന്നു. ഇന്ന് ഈ വലിയ ആളായി ഒരു കാഷ്ടം ചുമക്കുന്ന വലിയൊരു കൊട്ടയുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈ വലിയ ക്യാമനൊന്നുമല്ല എന്ന് ഓർമ്മപ്പെടുത്തിയ വാക്കാണ്. അവൻ മനുഷ്യൻ, അവൻ ഒന്നുമല്ലാത്ത ജീവല്ലാത്തൊരു കാലത്ത് നിന്ന് അവനക്ക് ജീവൻ കൊടുത്ത് അവനെ സൃഷ്ടിച്ച് പിന്നീട് ഖിയാമത്ത് നാളിൽ അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞ പടച്ച റബ്ബിനോട് മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? നന്ദി കാണിക്കണം. പക്ഷേ ഇന്നൽ ഇൻസാന ലകഫൂർ, മനുഷ്യൻ നന്ദി കെട്ടവനാണ്. അതേ ആശയം വരുന്ന വേറൊരു ആയത്തോർമ്മണ്ടോ? മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്ന് പറയുന്നത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, ഈ സൂറത്തിലാ വൽആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ എന്ന് പറഞ്ഞ സൂറത്തിൽ പറയുന്നത് മനുഷ്യനൊരു നന്ദികേടിൻ്റെ ആളാണ്. ആ നന്ദികേട് ഉള്ള ആളാണ് എന്ന് പറയുന്നതിന് അല്ലാഹു തആല പറഞ്ഞ അടുത്ത ആയത്ത് എന്തറിയോ? വഇന്നഹു അലാ ദാലിക ലശഹീദ്, അതിന് അവൻ സാക്ഷിയാണ്. നമ്മളെ പറ്റിയാണ് പറഞ്ഞത്. അവൻ നന്ദി കെട്ടവനാണ് എന്നുള്ളതിനുള്ള സാക്ഷിയാണ് അവൻ തന്നെയാണ്. ഉലമാക്കന്മാർ പറയാണ്, പടച്ചോ ഞമ്മക്കൊരു നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ നിഅമത്തിന് നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു നിഅമത്തിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ട രൂപം എങ്ങനെയാണെന്നാണ്. എന്താണ് അതിൻ്റെ രൂപം? എന്താണ് അതിന് ചെയ്യേണ്ടത്? അതിൽ ഉലമാക്കന്മാർ പറയും, ആ നിഅമത്ത് മനുഷ്യന് തന്ന പടച്ച റബ്ബ് ആ കാര്യത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ നമ്മളോട് പറഞ്ഞത് പാലിക്കലാണ് അതിൽ നന്ദി. ഉദാഹരണത്തിന് ഭക്ഷണം നൽകിയ പടച്ച റബ്ബിനോടുള്ള നന്ദി എന്താ? പടച്ചോൻ പറഞ്ഞ പോലെ ബിസ്മി ചൊല്ലി വലത് കൈ കൊണ്ട് കഴിച്ച് വലത് കൈ കൊണ്ട് കുടിച്ച് അവസാന ഹംദ് പറഞ്ഞ് അള്ളാഹ്ക്ക് ശുക്ർ പറഞ്ഞു. അത് അള്ളാഹിനോട് അതിൽ നന്ദിയാണ്. നമുക്കൊരു ഭാര്യനെ തന്നിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള നന്ദി എന്താ? ആ ഭാര്യനുമായി ബന്ധപ്പെട്ട് ഇസ്ലാം എന്തൊക്കെ കാര്യങ്ങളാണ് സത്യം അത് പാലിക്കലാണ് നമുക്കതിനുള്ള നന്ദി. നമ്മുടെ പ്രദേശത്തൊരു പള്ളി വന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള നന്ദി എന്താ? ആ പള്ളിയോടുള്ള എല്ലാ അദബും ഒരാൾ പാലിക്കലാണ്
അതിൻ്റെ നന്ദി. നമുക്ക് കുട്ടികളെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നന്ദി എന്താ? ആ കുട്ടികളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ പാലിക്കലാണ് അതിൻ്റെ നന്ദി. ഇങ്ങനെ എന്ത് കാര്യത്തിലും. അതുകൊണ്ട് മനുഷ്യൻ പൊതുവെ ഇതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവൻ നന്ദി കെട്ടവനാണ് എന്ന് പറഞ്ഞത്. എന്നിട്ട് അടുത്ത ആയത്ത് അല്ലാഹു തആല പറയാണ്, ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസികൂ فلا ينازعنك في الأمر وادع إلى ربك إنك لعلى هدى مستقيم. وذكي فلا ينازعنك في الأمر وادع إلى ربك إنك لعلى هدى مستقيم. لكل أمة എല്ലാ ഉമ്മത്തിനുമുണ്ട്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമുദായം. എല്ലാ സമുദായത്തിനും ഉണ്ട്. ആദ് സമുദായം, ഹൂദ് സമുദായം, അല്ലെ, നോഹ് നബിന്റെ ഖൗമ്, ഇതൊക്കെ പറയുന്ന വാക്കതാണ്. എല്ലാ ഉമ്മത്തിനും ഉണ്ട്. ജഅൽനാ നാം ഏർപ്പാടാക്കിയിട്ടുണ്ട് മൻസകൻ കർമാനുഷ്ഠാന മുറകൾ. മൻസക് മനാസിക്കുകൾ, കർമാനുഷ്ഠാന രീതികൾ. നമ്മൾ നിസ്കരിക്കുന്ന പോലല്ല മുമ്പത്തെ ആൾക്കാർ നിസ്കരിച്ചിരുന്നത്. നമ്മൾ നോമ്പോറ്റുന്ന പോലല്ല മുമ്പത്തെ ഖൗമ് നോമ്പോറ്റിരുന്നത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നോമ്പിനെ പറ്റി പറയുന്നുണ്ട്. ഒരു ദിവസം നോമ്പെടുക്കും, ഒരു ദിവസം നോമ്പ് കുറിക്കും, ഉണ്ടാവില്ല. അടുത്ത ദിവസം നോമ്പെടുക്കും. ഒന്നര വിട്ടായിരുന്നു ഒരു നോമ്പ്. അവരുടെ മനസ്സൊക്കെ അതായിരുന്നു. അപ്പോൾ ഓരോ ഉമ്മത്തിനും ഓരോ മനസ്സക്കുകളുണ്ട്, കർമാനുഷ്ഠാന മുറകളുണ്ട്. ഹും നാസികൂ, അവർ അത് അനുഷ്ഠിക്കുന്നവരാണ്, അവർ അത് പാലിക്കുന്നവരാണ്. ഫലാ യുനാസിഉന്നക ഫിൽ അംർ, ആകയാൽ ഫലാ യുനാസിഉന്നക, അവർ നിന്നോട് വഴക്കിടാതിരുന്നു കൊള്ളട്ടെ, അവർ നിന്നോട് ഇങ്ങനെ തർക്കിക്കാതിരുന്നു കൊള്ളട്ടെ. ഫിൽ അംരി, ഈ കാര്യങ്ങളിൽ, മതാനുഷ്ഠാന കാര്യങ്ങളിൽ, കർമാനുഷ്ഠാന കാര്യങ്ങളിൽ. വദ്ഉ ഇലാ റബ്ബിക്, നീ ചെയ്യേണ്ട പണി അവരെ റബ്ബിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. വദ്ഉ, ക്ഷണിക്കുക, ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് ക്ഷണിക്കുക. നമ്മൾ തർക്കിക്കേണ്ടതും നമ്മൾ പിന്നെ എന്താ പറയാ, ഏറ്റവും അധികം സംവദിക്കേണ്ടത് പടച്ചോനിലേക്ക് ആൾക്കാരെ ക്ഷണിക്കേണ്ട പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നക നബിയെ, താങ്കൾ ലഅലാ ഹുദം മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിൽ തന്നെയാണ്. അവർ പറഞ്ഞോട്ടെ, മുമ്പുള്ള യഹൂദികൾ നസ്രാനികളൊക്കെ പലതും പറയുന്നുണ്ട്. നിങ്ങൾ അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലാണ്, നിങ്ങൾ പോണ റൂട്ട് കറക്റ്റാണ്. നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാണോ അല്ലേന്ന് നമുക്കറിയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നമ്മളെ വിശ്വാസവും കർമ്മങ്ങളും അനുഷ്ഠാന സ്വഭാവമൊക്കെ സിറാത്തുൽ മുസ്തഖീമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ നബി തങ്ങളോട് പറയാണ്, ഈ ഓരോ ഉമ്മത്തിനും ഓരോ ഖൗമിനും ഒരു മൻസക്കുണ്ട്. മൻസക്ക് എന്ന് പറയുന്നത് അവൻ പതിവാക്കുന്ന കർമാനുഷ്ഠാന മുറകൾക്കാണ് അങ്ങനെ പറയാറുള്ളത്. ഇനി ആ മൻസക്കുകൾ പലതുണ്ടാകും. അവർ നിങ്ങളോട് തർക്കിക്കാൻ വരുന്നവർ മുശ്രിക്കീങ്ങളാണ് തർക്കിക്കാൻ വരുന്നത്. ഇബ്രാഹിം നബിന്റെ കാലത്ത് അങ്ങനല്ലല്ലോ, മറ്റേ ഖൗമിന് ഇങ്ങനല്ലല്ലോ, അവരങ്ങനല്ലല്ലോ എന്നൊക്കെ തർക്കിക്കാൻ വരുന്നുണ്ട്. അവരോട് പറയാനുള്ളത് വലികുല്ലിം വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ, സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. അവരുടേതായ ലക്ഷ്യവും കാര്യങ്ങളുമായിട്ട് അവർ പ്രവർത്തിക്കട്ടെ. ഹും നാസികു ഐ ഫാഇലു, അവരതിൻ്റെ ആ മനസ്സുകളുമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. യഫ്അലൂന ഹാദാ അൻ ഖദരില്ലാഹി വ ഇറാദതിഹി ഫലാ തതഅസ്സർ ബിമുനാസഅതിഹിം ലക വലാ യസ്രിഫുക ദാലിക അമ്മാ അൻത അലൈഹി മിനൽ ഹഖ്. നബി, നിങ്ങളത് മാറ്റം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന മാർഗം നിങ്ങൾ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. ത്വരീഖുൻ വാദിഹൻ മുസ്തഖീമുൻ മൗസിലുൻ ഇലൽ മഖ്സൂദ്, ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിപ്പോകാനുള്ള വഴിയിലാണ് നിങ്ങളുള്ളത്. നബി തങ്ങൾ പറഞ്ഞു, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊ, ഞാൻ സിറാത്തുൽ മുസ്തഖീം ഇതാണ്, നിങ്ങൾ ഈ മാർഗം പിൻപറ്റുക. പിഴച്ച ഒരുപാട് വഴികളുണ്ടാവും, ഒറ്റ വഴി ശരിയുള്ളൂ, സിറാത്തുൽ മുസ്തഖീം. 72 വിഭാഗമായി നസ്രാനികൾ മാറും, 71 വിഭാഗമായി യഹൂദികൾ മാറും.
എൻ്റെ ഉമ്മത്ത് 73 പിരിയും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലായിരിക്കും. ഇല്ലാമില്ലത്തം വാഹിദ, ഒരൊറ്റ സംഘം, ഒരൊറ്റ മാർഗ മാത്രം. അതേതാണെന്ന് പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട മാർഗം സ്വീകരിച്ചു. അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അതിലാണ് നബിയെ നിങ്ങളുള്ളത്, അതിൻ്റെ മാതൃക നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ മാറിപ്പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ തർക്കിക്കാൻ പോകേണ്ട ആവശ്യമില്ല. വലാ യസുദ്ദന്നക അൻ ആയാതില്ലാ ബഅദ ഇദ് ഉൻസിലത് ഇലൈക വദഉ ഇലാ റബ്ബിക്. ഇതേ അർത്ഥം വരുന്ന സൂറത്തുൽ ഖസസിന്റെ 78-ാമത്തെ ആയത്തും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവർ നിങ്ങളോട് തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശരിയാണ് എന്നും ശരിയിലാണ് എന്നും ഹുദല്ലാണ് മുസ്തഖീമായ മാർഗത്തിലാണ് ഉള്ളത് എന്നും നിങ്ങൾ ബോധ്യപ്പെടുക. അടുത്ത ആയത്ത് ഒതുക്കിയ വഇൻജാദലൂക ഫഖുലില്ലാഹു അഅലമു ബിമാ തഅമലൂൻ. വഇൻജാദലൂക, അവർ നബിയെ നിങ്ങളോട് തർക്കിക്കാൻ വന്നാൽ, ഫഖുൽ, നിങ്ങൾ ഇങ്ങനെ പറയേ, അല്ലാഹു അഅലം, അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നത്, ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയിട്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയണേ, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു അഅലം ബിമാ തഅമലൂൻ എന്ന് പറഞ്ഞ നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ ഏറ്റവും നന്നായി അള്ളയാണ് അറിയണത് എന്നുള്ള ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തഹ്ദീദുൻ ഷദീദ്, ഒരു ഭീഷണിയുണ്ട്, വഈദുൻ നകീദ്, ഒരു ശക്തിപ്പെടുത്ത ഒരു വാഗ്ദാനമുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് പറയണേ അല്ലാഹു അഅലം, പടച്ചോൻക്കറിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വിഷയത്തിലുള്ള അറിവ് അള്ളാൻ്റെ അടുത്താണ്. എന്നാൽ ഒരാളുടെ മുമ്പിൽ, ഒരു അക്രമിയായ പാപിയായ ഒരു മനുഷ്യന്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ പറയണേ ഈ ചെയ്യണതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ പരിപാടി അവസാനിപ്പിച്ചോ എന്നുള്ള താക്കീതാണ്. ഈ ചെയ്യുന്ന മോശത്തരങ്ങൾ നിർത്തിക്കോ എന്നുള്ള താക്കീതാണത്. നീ ചെയ്യണതൊക്കെ അള്ള അറിയുന്നുണ്ട് കേട്ടോ, അള്ള കാണുന്നുണ്ട് കേട്ടോ എന്നൊരാളോട് താക്കീത് ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിന് ഭീഷണിയാണ്, അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധിക്കാനുള്ള സൂചനയാണ് കൊടുത്തത് എന്നാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ ഫലിദാലിക ഫദ്ഉ വസ്തഖിം കമാ ഉമിർത വലാ തത്തബി അഹ്വാഅഹും, മറ്റു പല ആയത്തുകളിലും ഇതേപോലെ ആശയം വരുന്ന പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വഇൻജാദലൂക, നബിയെ നിങ്ങളോട് അവർ തർക്കിക്കാൻ വന്നാൽ, ഫഖുലില്ലാഹു അഅലമു ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹ് ഏറ്റവും നന്നായി അറിയുന്നുണ്ട് എന്ന് നിങ്ങളങ്ങ് പറയണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കളവും മോഷണങ്ങളും, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനെതിരായി നിങ്ങൾ ഉണ്ടാക്കുന്ന കുതന്ത്രങ്ങളെല്ലാം അള്ളാഹ് അറിയുന്നുണ്ട് എന്ന വാക്ക് നിങ്ങൾ അവരോട് പറയണം. ഇനി ഒന്നുകൂടി ഒതുക്കിയ 3 വഹുവല്ലദീ യഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും ഇന്നൽ ഇൻസാന ലകഫൂർ ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസികൂഹു ഫലാ യുനാസിഉന്നക ഫിൽ അംർ وادع إلى ربك إنك لعلى هدى مستقيم وإن جادلوك فقل الله أعلم بما تعملون. നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 69 ആയത്തുകൾ നമ്മൾ പൂർത്തിയാക്കി. ബാക്കി ഭാഗം കൊണ്ട് നമുക്ക് പഠിക്കണം. ഓരോ ഖുർആൻ ക്ലാസ്സുകളും കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പ്രദേശത്തെക്കുറിച്ച് ചിന്തിക്കണം. എൻ്റെ നാട്ടിൽ എത്ര ആൾക്കാരുണ്ട്, എനിക്ക് പരിചയമുള്ള എത്ര സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ ഈ ഇൽമ്, അള്ളാഹിൻ്റെ കലാമ് ഒന്നുമില്ല, ഒന്ന് ആയത്ത് അതൊന്ന് തെറ്റുകൂടാതെ ഓതാൻ പഠിച്ചാൽ കിട്ടുന്ന കൂലി എത്രയാണ്? എന്തെല്ലാം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നു നമ്മൾ അങ്ങനെ ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം വരാത്ത ഇത്ര ആളുകളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തു, നമ്മൾ ഇത്ര പേരെ വിളിച്ചു, നമ്മൾ ആരെയൊക്കെ ഈ നല്ലൊരു നന്മയിലേക്ക് ക്ഷണിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരോട് ചോദിക്കും. നമ്മുടെ ക്ലാസ്സിന് സ്ഥിരമായി വരുന്ന പലരും യാത്ര ഇൻഷാ അല്ലാഹ് ഹജ്ജിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. മുസ്തഫ സാഹിബ്, മറ്റു പലരും ഇന്നലെ പള്ളിയിൽ നിന്ന് കണ്ടപ്പോഴൊക്കെ പലരും പറഞ്ഞിരുന്നു. അള്ളാഹു അവരുടെയൊക്കെ യാത്രകൾ ഏറ്റവും എളുപ്പമുള്ള യാത്രയാക്കുകയും മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വന്ന് നമ്മോടൊപ്പം വീണ്ടും ഈ വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ ഒരുമിച്ചിരിക്കാനും പടച്ച റബ്ബ് അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരോഗ്യത്തോടെ ക്ഷീണമില്ലാതെ
ഏറെ സഹനങ്ങൾ താണ്ടി ഒരുപാട് ദൂരം താണ്ടി കഷ്ടതകൾ അനുഭവിച്ച് നിർവഹിക്കുന്ന ആ ഹജ്ജ് അവർക്കൊരു എളുപ്പമുള്ള കർമ്മമാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ രോഗാവസ്ഥയിലും മറ്റുമൊക്കെയായി ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുള്ള അവർക്ക് പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ മദ്രസയിലെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്പോട്ട് അഡ്മിഷനാണ് ഇന്നും നാളെയുമൊക്കെ രാവിലെ 10 മണിക്ക് നടക്കുന്നത്. ആരെങ്കിലും നമ്മുടെ പരിചയത്തിലുണ്ടെങ്കിൽ മദ്രസയുമായി കണക്ട് ചെയ്യാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ 10 മണിക്കും നാളെ രാവിലെ 10 മണിക്കും അവർക്ക് അഡ്മിഷനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. കുട്ടിയെയും കൂട്ടി രക്ഷിതാക്കൾക്ക് വരാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുക. അടുത്ത ബുധനാഴ്ച മെയ് 6-ാം തീയതി നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ്, 1 ഡേ ക്യാമ്പ് നടത്തുന്നുണ്ട്. ഈ ഇരിക്കുന്ന നമ്മളാണ് അത് ആദ്യം അറിയേണ്ടത്. നമ്മുടെ കുട്ടികൾക്കുള്ളതാണ്, നമ്മുടെ സ്വന്തം കുട്ടികൾക്കുള്ളതാണ്, പിന്നെ അവരുടെ ഫ്രണ്ട്സിനുള്ളതാണ്, നമ്മുടെ അയൽവാസിക്കുള്ളതാണ്. അപ്പുറത്തെ വീട്ടിൽ ആരെയും പങ്കെടുപ്പിക്കാവുന്ന പെൺകുട്ടികൾക്കുള്ള മികച്ചൊരു ചാൻസാണ്, ക്യാമ്പാണ്. പ്രൊഫസർ സാദ് സാർ കൗൺസിലിംഗ് അടക്കം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ദീനിയായ മറ്റു ക്ലാസ്സുകൾ മുസ്തഫ മദനി പോലെയുള്ള ആളുകൾ കിട്ടുന്ന നല്ലൊരു ചാൻസ്. നമ്മുടെ കുട്ടികൾക്ക് ഒരു 1 ഡേ ക്യാമ്പ് കിട്ടിയാൽ അതിൽ നിന്ന് മാറ്റുന്ന ഒരു പെൺകുട്ടി വീട്ടിൽ മാറ്റം വന്നാൽ ആ വീട് മുഴുവൻ മാറ്റാൻ അവളെ കൊണ്ട് കഴിയും. ഇന്ന് നിയന്ത്രിക്കാൻ കഴിയാതെ ജനങ്ങൾ, രക്ഷിതാക്കൾ ഏറ്റവും കഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ കാര്യത്തിലാണ്. അതുകൊണ്ടാണ് അത്തരം ക്യാമ്പുകൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നതിന് പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കളായ നമ്മളാണ്. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല മുറാദുകളും പടച്ച റബ്ബ് ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിത മേഖലകളിൽ, ജോലിയിൽ, കച്ചവടത്തിൽ, വരുമാനത്തിൽ, ശമ്പളത്തിൽ പടച്ച റബ്ബ് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിച്ച് സ്വർഗത്തിൻ്റെ അഹലുകാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് നമ്മളാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ശതമാനം നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാവിധ ഖൈറും നന്മയും ആഫിയത്തുള്ള ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا صلاتنا وقيامنا وتلاوتنا يا رب العالمين. وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.